ഇന്നാ പൂഞ്ഞിക്കര. ആ കൊള്ളാം. അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. ഗുരുഭക്തി ഒന്നുമല്ല, ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ. തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. Hey guys, welcome to our YouTube channel Teja Boys and Family. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കർക്കിടക വാവ് പ്രമാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്നെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ സദ്യ ഒരുക്കുകയാണ്. വിത്ത് പായസം. സദ്യ എല്ലാം ഉണ്ടല്ലോ. സദ്യ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പായസം കാണുമല്ലോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അത് മാത്രമല്ല, നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും ഓടിയിറന്ന് പാചകങ്ങൾ ചെയ്യുന്നതും പിന്നെ എൻ്റെയൊക്കെ ചെറുത് അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ അവസാനം വരെ പോയി കണ്ടിട്ട് ഇന്നിവിടെ കർക്കിടക വാവായിട്ട് അതിന്റെ സദ്യ ഒരുക്കങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പുട്ട് കഴിക്കുന്ന തിരക്കിലായിരുന്നു. അപ്പൊ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നോണ്ടാണെന്നോ നിർത്തിയിട്ടായത്. മറ്റേ പോലെ ഇവിടെ എന്താ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കം ഭയങ്കര പ്രശ്നമായതുകൊണ്ട് അവനെ ഉറക്കുവാണ്. തിരക്കില് സദ്യോട്ടങ്ങൾ വയ്ക്കുന്ന തിരക്കിലാണ് എല്ലാരും. കുട്ടി പുട്ട് കഴിക്കുന്നു. കഴിക്കുമെന്തോ നീ കൈ കഴിക്കാതെ പുട്ട് കഴിക്കില്ലേ? പുട്ട് കഴിക്കുന്നു. നമ്മൾ പുട്ട് കഴിക്കുന്നു. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. അല്ലെങ്കിൽ ഞാനാണ് ഇവിടെ പൊതിക്കണത്. അല്ല, ഞാൻ പിന്നെ ഇപ്പൊ മെനക്കെടാത്തെന്ന് പറഞ്ഞത് എന്തിനു പറഞ്ഞത് കൈയൊക്കെ അതെ. നീ ക്യാമറ ഇങ്ങനെ നടക്കണോണ്ടാണ് ഞാൻ തേങ്ങ പൊതിക്കാത്ത. അങ്ങനെ ഞാൻ പൊതിക്കണ വേറെ ആരും കാണില്ല. ഒന്ന് മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ദേ ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ഞാൻ തേങ്ങ ഒട്ടിക്കാറിഞ്ഞു. ഡയലോഗ് അടിക്കാൻ വെട്ടോട്ടിരിക്കുന്ന വെട്ടി കേട്ടിട്ട് വെള്ളം 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 ഇതപ്പിടി ആക്രമണം കാണിക്കുന്നത്. അത് കൊള്ളാം. ഇവിടെ തേങ്ങ ഒട്ടുമ്പോ വെള്ളം കുടിക്കാത്ത കല്ലുമാണ്. ഇന്ന് ഭയങ്കര വെള്ളം കൊള്ളില്ല. ഇവിടെ ഞാനാണ് സാറിനെ കുടിക്കണം. കൊള്ളൂല, ടേസ്റ്റില്ല. അല്ലി മുക്കച്ചോട് മുക്കച്ചോട് കൊള്ളൂലല്ലേ ഒരു രുചി. നല്ല കൊള്ളാം. പോറവ് മധുരയില്ല. മധുരയില്ല. ഇതിന് ചങ്കാമത്താക്കി മധുരം. സാമ്പാർ സാമ്പാർ റെഡി. വേറെന്തൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തേങ്ങ അരിവാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ എല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഞാനാണ് ചെയ്യണോ എനിക്കറിയാം. നീ എന്തിനാ പറ്റി വയ്ക്കാൻ പോണ? പായസം എപ്പോ വയ്ക്കും? സാമ്പാർ നേരത്തെ കണ്ട് അവിയൽ വെച്ചു. ഇത് ഓണമാണല്ലോ. ഓണമാണല്ലോ. തോരൻ വെച്ചു. പിന്നെ വയ്ക്കുന്ന ആളാരാണെന്ന് മനസ്സിലായില്ല. ചുമ്മാ ക്രെഡിറ്റ്. അതേപോലെ
കൂട്ട അച്ചാറ്, ഇഞ്ചി, മാങ്ങ, നാരങ്ങ. മെയിൻ സാധനം പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല. ഇതാണ് എനിക്ക് ഇഷ്ടം. ബോളിയെങ്കിൽ ബോളി. ബോയ്സ് ഒന്ന് ഉറക്കം ഒന്ന് വന്ന് ഒരു പണി എടുക്കണം. ഇരുന്നാ മതി. എന്നെ പോലെ കണ്ടുപിടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കങ്കാരി കുട്ടിയാടെ പൊന്നെ, നീ പൊന്നെ കങ്കാരിന്റെ കുഞ്ഞാടെ കവർ. ആഹാ, അച്ചോണ്ട പോലെ തന്നെ. അതെന്താ സാമ്പാറിന് താടി മീശുണ്ടാ? ദേ, കൂടുതൽ ഇളക്കല്ലേ. ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടോ, താനെങ്ങനെ പോണേ? അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ? വെറുതെ അല്ല ഈ പണ്ടാറിന്റെ അപ്പൊ നമ്മുടെ പരിപാടികൾ ഏകദേശം കാത്ത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പരിപാടിയിൽ ഒരു മെയിൻ താരമുണ്ട്. ആ താരത്തിൽ നമ്മൾ വിളിക്കാൻ പോവുകയാണ്, ഇല വെട്ടാൻ പോവുകയാണ്. അപ്പുറത്തെ പറമ്പിലാണ്. നമുക്ക് പോയി ഇല വെട്ടിയിട്ട് വെട്ടാൻ പോകണം. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എവിടെ നോക്കിയാലും എല്ലാരും ഉണ്ട്. ഞാൻ വീഴേ ഉള്ളൂ. ഈ ആറ്റിപ്പോടൊക്കെ വീഡിയോ നമ്മൾ ഇനി ഇടും. അപ്പൊ കാണണം എല്ലാരും. ഇത് സ്ലൈഡാണ് കഴിച്ചത്. നമ്മള് എന്റെ പിള്ളേരെ തൊടുകടാ. നമ്മുടെ വാഴപ്പരിപാടി നമ്മള് ഇല വെട്ടുന്ന പരിപാടി കഴിഞ്ഞപ്പോ ഇത്ര ഇലയാണ് കിട്ടി. ഇനി ഇതെല്ലാം കഴിവാണ്. കയ്യും കഴിവ് മറിക്കുമെന്ന്. അടുത്ത നമ്മള് പായസത്തിന്റെ പരിപാടി തുടങ്ങിയേക്കാണ്. പാല് പൊട്ടിച്ച് വെക്കണം. അവിടെ ബർമസലി ഇളക്കിയാണ്. ഒരാറ് പാലിന് 2 വെള്ളം. മായമില്ലാത്തെന്ത് പാല്. എവിടെ മായം? ഏലക്ക എടുത്തിട്ട് കൊച്ചു വിളിക്കുന്നു. ഒരു നിമിഷം
അതിനുശേഷം ഞാൻ ഇത്തിരി മാറിപ്പോയ സമയത്ത് പായസം ഇങ്ങനെയായി. ഈ അവസ്ഥ വരെ എത്തി പായസം. ജസ്റ്റ് അപ്പുറം വരെ പോയതേ ഉള്ളായിരുന്നു. അപ്പൊ തീരാറായ ഇനി ചൗവരി ഇട്ട ഇതാണ് എനിക്കിഷ്ടം. മറ്റത് കറിയും ചോറും അത് വലിയ സംഭവമൊന്നുമല്ല. പായസം ഇല്ല, അതാണ് ഇല വെട്ടി കഴിഞ്ഞ് കഴുകിട്ട് ഇതാ പറഞ്ഞു. കുറച്ച് കൂടുതൽ ഇട്ടോ, കുറച്ച് കൂടുന്നുണ്ട്. ഇത് തീറ്റി വയ്ക്കുന്നത് എനിക്ക് കിട്ടും. നന്നായിട്ടുള്ള അപ്പൊ കറികളും അതേപോലെ തന്നെ പായസവും ഒക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഇന്നലെ ഒരു കാര്യം മേടിക്കാൻ മറന്നു പോയിട്ടുണ്ട്. അത് മേടിക്കാൻ പോവുകയാണ്, ബോളി. അതില്ലാതെ എന്ത് സദ്യയാണുള്ളത്. അപ്പൊ ബോളി മേടിക്കാൻ ഞാനും കൊച്ചനും കൂടെ പോവുകയാണ്. അപ്പൊ നമുക്ക് ബോളി മേടിക്കാൻ പോവാം. ഞങ്ങളുടെ ബോളി മേടിക്കാൻ ഇവിടുന്ന് ഭയങ്കര സന്തോഷത്തിൽ പോയതാണ്. കാരണം പായസം ബോളി ഉണ്ടെങ്കിൽ കൊള്ളാം. പക്ഷെ പാലോട് നിർത്തി ബോളിയേ ഇല്ല. ഞങ്ങളൊരു 7-8 കട കയറി. ഒറ്റ കടയിൽ എല്ലാ കടയിലും ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഇപ്പം തീർന്നു. അതുകൊണ്ട് ഇത് ഭാവമായിട്ട് എല്ലാവരും ബോളിയൊക്കെ മേടിച്ച് കഴിക്കണം. ഞങ്ങൾക്ക് ബോളി മേടിക്കാൻ പറ്റിയില്ല, ചുമ്മാ വെയിലും കൊണ്ട് പോയെന്നേ ഉള്ളൂ. അപ്പം എന്ന് പറഞ്ഞാൽ പരിപാടി പ്രീതിയായിട്ടുണ്ട്. ഞങ്ങൾ പാലോട് പോയതല്ല. എന്നാലും നമുക്ക് ബോളി ഇല്ലാതെ നമ്മൾ കഴിക്കണമല്ലോ, എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. അപ്പം നമ്മൾ ബോളി ഇല്ലാതെ കഴിക്കാൻ പോകും. എന്റെ കയ്യിലൊരു പാവക്കുട്ടി ഇരിപ്പുണ്ട്. ഈ പാവയുടെ പേര് ഇന്ദ്രു. ഇന്ദ്രിപ്പാവ പാവണ്ടിരിക്കുന്നു. ചന്ദ്രപ്പാവ നോക്കണം എന്റെ അടുത്ത് വരാനായിട്ട്. എന്റെ ഫാൻസ് ആണ്. ഇതാണ് ഒരു ചന്ദ്രപ്പ മുതലാളി. ചന്ദ്രപ്പ മുതലാളി, ചന്ദ്രപ്പ മുതലാളി. അതെന്താ ചന്ദ്രുവിന്റെ വീഡിയോ എടുക്കണത്? അപ്പൊ ഇന്ദ്രപ്പ മുതലാളി. ഇത് ചന്ദ്രുവാ. നമ്മള് സദ്യ കഴിക്കാൻ പോയാണ്. മിണ്ടരുത്. നമ്മൾ കഴിക്കാൻ പോവിടെ തോന്നിരിക്കണം. നമ്മളൊക്കെ തുടങ്ങിയ ഞാൻ തുടങ്ങാൻ പോകുന്നു. എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് അപ്പച്ചമ്മ കൊണ്ടുപോയി. എല്ലാ കാര്യം എനിക്ക് സലാഡൊന്നും വേണ്ട. ഞാൻ സലാഡ് കഴിച്ചു. ബാക്കി എന്റെ തോരനും അവിയലൊക്കെ നമ്മൾ എല്ലാവർക്കും കൊടുത്തു. ഞാൻ കിടന്ന് നല്ല ഫുഡുകൾ കഴിക്കാറുണ്ട്. ഞാൻ അവിയൽ മാത്രമേ കൊടുത്തുള്ളൂ. മാങ്ങ അപ്പൊ പായസം വന്നിട്ടുണ്ട്. കാത്തിരുന്ന സാധനം കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ ബോളി കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഇവിടെ ചിലർ പപ്പടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബോളി ഇല്ലെങ്കിൽ എന്താ, പപ്പടം ഇല്ലേ? എനിക്കത് ഇഷ്ടമല്ല. അടിപൊളിയായിട്ടുണ്ട്, കൊള്ളാം.
പരിപാടി സ്പോൺസർ ചെയ്ത അപ്പച്ചി അമ്മയ്ക്ക് 1000 നന്ദി. പരിപാടിയാ ഇതൊരു പരിപാടിയല്ലേ? അത് പിന്നെ രസമുണ്ടാ. മാവ് എനിക്ക് കൈ ഊരി ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുത്തു. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വാവ് സ്പെഷ്യൽ സദ്യയോട് കൂടി നമ്മൾ ഇത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും നല്ല വയറൊക്കെ വീട്ടിനി എല്ലാവർക്കും ഒരു ചെറിയ ഉറക്കം എനിക്ക് എന്തായാലും കിട്ടിയേ പറ്റൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സദ്യയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ തേജ ബോയ്സ്